എം വിൻസെന്റ് എം.എൽ.എ നിരന്തരം തന്നെ ശല്യപ്പെടുത്തിയിരുന്നതായി പരാതിക്കാരിയായ വീട്ടമ്മയുടെ മൊഴി. അതേസമയം അജിത ബീഗം IPS എം വിൻസെന്റ് എം.എൽ.എയുടെ മൊഴിയും രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഇപ്പോൾ സജേഷ് ചേരുന്നു. സജേഷ്, എം വിൻസെന്റ് എം.എൽ.എയെ കുറിച്ചാണ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണോ മൊഴിയെടുക്കുന്നത്? എന്തൊക്കെ വിവരങ്ങൾ? അജിംഷാദ്, കോള MLA എം വിൻസെന്റ് അപമര്യാദയായി പെരുമാറിയെന്നാണ് വീട്ടമ്മയുടെ പരാതി. വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഗുരുതരാവസ്ഥയിൽ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലുമാണ്. ഈ ആശുപത്രിയിൽ എത്തിയാണ് അജിത ബീഗം IPS മൊഴിയെടുത്തത്. 2 മണിക്കൂറോളം പോലീസിന്റെ മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. ഇക്കാര്യത്തിൽ MLAക്കെതിരായി ഭർത്താവ് നൽകിയ പരാതിയിൽ വീട്ടമ്മയും ഉറച്ചു നിൽക്കുകയാണ്. വീട്ടമ്മയ്ക്ക് തന്നെ കുറിച്ച് പരാതി ഉണ്ടാകില്ല എന്ന തരത്തിൽ MLAയോട് അടുപ്പമുള്ളവർ സംസാരിച്ചിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഈ MLAക്കെതിരെയുള്ള പരാതിയിൽ വീട്ടമ്മ ഉറച്ചു നിൽക്കുന്നു. നിരന്തരം എം വിൻസെന്റ് MLA തന്നെ ശല്യപ്പെടുത്തിയിരുന്നു, ലൈംഗിക ചുവയോടെ ഫോണിൽ സംസാരിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് വിവരം. 2 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടുനിന്നു. ഈ മൊഴി പഠിച്ചതിന് ശേഷം കോവള MLA എം വിൻസെന്റിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അത് ഈ മൊഴി പഠിച്ചതിന് ശേഷമായിരിക്കും. അജിംഷാദ്, തീർച്ചയായും ആശുപത്രിയിലെത്തിയാണ് മൊഴിയെടുത്തിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്കറിയാനാകുന്നുണ്ടോ സജേഷ്? ഇക്കാര്യത്തിൽ വീട്ടമ്മ എം വിൻസെന്റിനെതിരെ ആണ് മൊഴി നൽകിയിട്ടുള്ളത്. അത് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു എന്ന വാദത്തിൽ വീട്ടമ്മ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഉള്ള പരാതിയായി തന്നെ ഇക്കാര്യം അജിത ബീഗം IPS ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഈ മൊഴി പഠിക്കുക, അതിനുശേഷം എം വിൻസെന്റിന്റെ മൊഴിയെടുക്കുക എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശാരീരികമായ പീഡനങ്ങൾ അടക്കമുണ്ടോ പരാതിയിൽ? ഒപ്പം ഒരു MLA എന്നുള്ള നിലയിൽ ഇനിയുള്ള പോലീസിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും? അജിംഷാദ്, ഈ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്കറിയില്ല. ഏതായാലും ലൈംഗിക ചുവയോടുകൂടി എം വിൻസെന്റ് സംസാരിച്ചു, നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വീട്ടമ്മ നൽകിയ മൊഴിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് വിവരം. ഇന്ന് 2 മണിക്കൂറോളം ഈ മൊഴിയെടുപ്പ് നീണ്ടു നിന്നിട്ടുണ്ട്. അല്പം മുമ്പാണ് മൊഴിയെടുപ്പ് അവസാനിച്ചത്. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തിയായിരുന്നു പോലീസ് സംഘം മൊഴിയെടുത്തിട്ടുള്ളത്. ഇനി ഈ മൊഴി അത് പഠിച്ചതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികൾ. എന്നാൽ എം വിൻസെന്റ് MLA ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യും. നിയമസഭാ സമ്മേളനം നടക്കാത്ത സമയമായതുകൊണ്ട് ഇക്കാര്യത്തിൽ സ്പീക്കറുടെ അനുമതി തേടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ മൊഴി പഠിക്കുക, അതിനുശേഷം എം വിൻസെന്റ് MLA ചോദ്യം ചെയ്യുക എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും MR സജേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. കോളം MLA എം വിൻസെന്റ് ശല്യപ്പെടുത്തിയതായി പരാതി. വീട്ടമ്മ ആത്മഹത്യക്ക് ശ്രമിച്ച ആശുപത്രിയിലാണ്. വീട്ടമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് MR സജേഷ് നൽകിയത്.